നമ്മുടെ ഈ പിയേഴ്സിൻ്റെ സോപ്പ് കണ്ടില്ലേ? ഈ പിയേഴ്സിൻ്റെ സോപ്പ് നമ്മളിങ്ങനെ ബാത്റൂമിലൊക്കെ കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മോൻ കഴുകുന്ന സമയത്തൊക്കെ ഇങ്ങനെ വഴുതി അങ്ങ് ചാടി. പിന്നെ ഞാൻ സാധാരണക്കാരൻ എൻ്റെ പേര് തിരിച്ചെടുക്കുന്നുണ്ട്. VIP-കളാണെങ്കിൽ ബാത്റൂമിലൊക്കെ വീണെങ്കിൽ ക്ലോസറ്റിൽ വീണ് പോകാൻ കുറേയൊക്കെ ക്ലോസറ്റിൽ വീണ് പോകാനാണ്. എന്നിട്ട് പുതിയ സോപ്പ് മേടിക്കുകയാണ് ചെയ്യുക. ഇല്ലെങ്കിൽ ബാത്റൂമിൽ വീണ് വെച്ചാൽ VIP-കളൊക്കെ ആണെങ്കിൽ അത് എടുക്കാൻ നിൽക്കുക. ആദ്യം ഇതിൻ്റെ കമ്പനിക്കാണ് അടുത്ത സോപ്പ് റിപ്പീറ്റ് മേടിക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് മൊബൈൽ ഫോൺ ഇങ്ങനെ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിയേഴ്സിൻ്റെ സോപ്പും മൊബൈൽ ഫോണും ഒക്കെ ഒരേ സ്വഭാവക്കാരാണ്. ഈ പിയേഴ്സിൻ്റെ സോപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ പോലെ ഈ മൊബൈൽ ഫോണും വഴുതിപ്പോയി. എൻ്റെ മൊബൈൽ ഫോൺ കുറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 5-6 പ്രാവശ്യം ചാടിയിട്ടുണ്ട്. ഒരു 3 പ്രാവശ്യമുണ്ട് ഡിസ്പ്ലേ. ഞാൻ 2000-2500 കൊടുത്തിട്ട് ഞാൻ ഫോട്ടോ കോപ്പി എടുത്തു. 2 പ്രാവശ്യം ഞാൻ ഒറിജിനൽ ഡിസ്പ്ലേ തന്നെ ഇട്ട്. ഈ പ്രാവശ്യം ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ ഇട്ടിട്ടാണ് ഇപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫോൺ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ മേടിക്കുന്ന S23 ആപ്പിളിൻ്റെ ഐഫോണിനൊക്കെ 1,30,000 രൂപയാണ്. പിന്നെ അത് S25 ലേറ്റസ്റ്റ് എനിക്കറിയില്ല. ഞാൻ സാധാരണ ഫോണാണ് ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ സാധാരണ ഒരു ഫോണാണ്. ഇതിനേക്കാളും നല്ലൊരു സെറ്റ് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ സാധാരണ ഫോൺ ഉപയോഗിച്ച് എന്നാണോ വില കൂടിയ സെറ്റ് എടുക്കാൻ പറ്റുക അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഡിസ്പ്ലേ ഒക്കെ മാറിയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോൺ നമ്മളിനി ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതൊരു ചാക്ക് നമ്മുടെ ഫോണാണെങ്കിൽ വലിയ പൈസയോ 1,30,000 രൂപ ആപ്പിൾ ഫോണാണെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഫോണാണ്. ചാക്ക് എടുത്തിട്ട് ചാക്കിലിങ്ങനെ ഇട്ടിട്ട് നമ്മൾ മടക്കി ഈ ലെവലിൽ കോള് വരുമില്ലെന്ന് എനിക്കറിയില്ല. എന്നിട്ട് എളിയിൽ വെച്ചിട്ട് ഒരിക്കലും ഓക്കെ. ഞാൻ മാത്രമേ ഈ ഒരു ഐഡിയ തരുള്ളൂ, വേറെ ആരും ഈ ഐഡിയ തരികയില്ല. ഫോൺ വീണ് കഴിഞ്ഞാൽ 1,30,000 രൂപ പോകും. അപ്പോൾ നമ്മളത് ചെയ്ത് ഈ ചാക്ക് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയാം, നിങ്ങൾ വരുന്നതാണ്. ശരിയല്ല അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഒരു പൗച്ച് വേണ്ടി കണ്ടോ? ഈ പൗച്ച് വെച്ചിട്ട് കണ്ടോ? ബുക്ക് പോലെ ഉപയോഗിക്കും. കണ്ടോ? ഞാൻ അധികം ആരോടും ഫോണൊന്നും വിളിക്കില്ല, സംസാരിക്കില്ല. എന്തിനെ വെറുതെ കാക്കയുടെ പൂച്ചനും കഥ പറയും. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് പറയുവാണെങ്കിൽ തന്നെ ഞാൻ ആമേൻ്റെ മൊബൈലിൻ്റെ കഥയെ പറയുള്ളൂ. പിന്നെ നിങ്ങളെന്തിനെ ഇങ്ങോട്ട് കാക്കയുടെയും പൂച്ചനും കഥ പറയുന്നത്? അതുകൊണ്ട് നമുക്കധികം സംസാരിക്കാതെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ. ആവശ്യമുള്ളപ്പോൾ മാത്രം സമയം കോൾ വിളിച്ചാൽ